ഫ്രണ്ട്സ്, ഞാനിതൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കി കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടാലോ. അതിനായിട്ട് 1.5 കപ്പ് കൈമേരി എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി വെച്ച് മറ്റൊരു പാത്രത്തിൽ വെള്ളം വെച്ചോ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്ക അതെല്ലാം ഇട്ട് കൊടുത്തു. പിന്നെ അരിയും കഴുകി ഇട്ട് കൊടുത്തു. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. അരി ഇട്ടതിന് ശേഷം 1-2 പ്രാവശ്യമെങ്കിലും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അരി ഒരു 1/4 ഭാഗം വെന്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് 1 സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഒരു 3-4 മിനിറ്റ് ആയപ്പോഴത്തേക്ക് അരിയുടെ വെള്ളമെല്ലാം വറ്റി തുടങ്ങി. ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ അതങ്ങ് അടച്ചു. അതിനുശേഷം ഞാൻ മീൻ വറുക്കാനായിട്ട് വെച്ചു. ഇപ്പോൾ ഇവിടെ കുറച്ച് മീനേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ ആവശ്യമുള്ളവർ കൂടുതൽ കഷ്ണങ്ങൾ എടുക്കണം. പിന്നെ മറ്റൊരു പാത്രം വെച്ചു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചത്. അതിലേക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്ക, ജാതിപത്രി ഇതെല്ലാം ഇട്ട് കൊടുത്തൊന്ന് വറുത്തു. അതിനുശേഷം മീഡിയം സൈസ് സവാള, ഒരു 3 സവാള നീളത്തിൽ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഒരു 1/4 ഭാഗം വരെ വഴന്നു വരുന്ന സമയത്തിന് നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കണം. ഒരു 7-8 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സവാള നന്നായി വഴന്നു വന്നപ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ആ നെയ്യിൽ കിടന്ന് സവാളയൊക്കെ വെന്ത് വരുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ലും ആയിരിക്കും. സവാള നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. അതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയും തക്കാളിയും എല്ലാം വഴന്നു വന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. എരിവുള്ള മുളക് പൊടിയാണ്. ആവശ്യമില്ലാത്തവർ ചേർക്കേണ്ടതില്ല. എരിവ് ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും മസാലകളാണ് ചേർക്കേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്ത് പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. മസാലകളെല്ലാം നല്ല വഴന്നു വരുന്ന സമയത്തിന് നമുക്കിതിലേക്ക് ഒരല്പം പുളിവെള്ളം ചേർക്കേണ്ടതുണ്ട്. കുറച്ച് വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം ചെറു ചൂടുവെള്ളത്തിൽ വാളംപുളി ഇട്ട് വെച്ചിട്ടുണ്ട്. അത് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാം. പുളി ചേർക്കാത്തവരെ കുറച്ച് തൈര്, 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്താൽ. പുളിവെള്ളം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഗ്രേവി ഒന്ന് ലൂസാക്കിയതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് തിളപ്പിച്ച് ഒന്ന് തിക്കാക്കി എടുക്കണം. എന്നാലേ ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് ഉണ്ടാവും. അതിനാണ് ഞാൻ തിളപ്പിച്ചെടുക്കുന്നത് കേട്ടോ. ഗ്രേവി നല്ല തിക്കായി കഴിഞ്ഞാൽ നമുക്ക് അതിന് പാകത്തിനായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങളിൽ ഗ്രേവി നന്നായിട്ട് പിടിക്കുന്നത് വരെ നമുക്കത് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് ബിരിയാണിയിലേക്ക് ആവശ്യമായ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വറുത്തെടുക്കാം. ഇവിടെ ഇപ്പോൾ അണ്ടിപ്പരിപ്പില്ല കേട്ടോ, മുന്തിരിങ്ങ മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഒന്ന് വറുത്തെടുക്കുകയാണ്. അതെല്ലാം വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ ദം ചെയ്യാനുള്ള പരിപാടി തുടങ്ങാം. അതിനായിട്ട് ചോറെടുത്ത് നോക്കിയപ്പോൾ ചോറൊക്കെ നല്ല കറക്റ്റായിട്ടാണ് വെന്ത് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ മസാല ചെയ്തത് അതേ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ. ഞാൻ എന്ത് ചെയ്തെന്നു, മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം എടുത്ത് മാറ്റിയേ. കാരണം എന്തെന്ന് വെച്ചാൽ മീൻ കഷ്ണം പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന മീനായിരുന്നു. അതുകൊണ്ട് കഷ്ണങ്ങൾ മാറ്റിയിട്ട് ദം ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ ആദ്യത്തെ ലെയർ ചോറ് കൂടുതലാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം അതിലേക്ക് മുന്തിരിങ്ങയും പുതിനയില, മല്ലിയില ഇതെല്ലാം ചേർത്ത് കൊടുത്തു. രണ്ടാമത് വീണ്ടും കുറച്ച് ചോറുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്തു. അതിന് ശേഷമാണ് അതിൻ്റെ മുകളിൽ മസാലയോട് കൂടി മീൻ കഷ്ണങ്ങൾ വെച്ചത് കേട്ടോ. അടിഭാഗത്ത് മസാലയുണ്ട്, മീൻ കഷ്ണത്തിൽ മസാല പിടിച്ചിരിക്കുന്ന മസാലയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതിനുശേഷം ഞാൻ ഒരു പഴയ പാൻ ഉണ്ടായിരുന്നു, അത് ചൂടാക്കി ഫ്ലെയിം സിമ്മിലാക്കി വെച്ചിട്ട് അതിൻ്റെ പുറത്താണ് വെച്ചത്. പിന്നെ മുകൾ ഭാഗത്ത് വെയിറ്റ് വയ്ക്കാനായിട്ട് ദോശക്കല്ലും എടുത്ത് വെച്ചു. 2 മണിക്കൂറിന് അപ്പോഴത്തേക്ക് അടപ്പെടുത്തപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. പിന്നെ ബിരിയാണി ആകുമ്പോഴത്തേക്ക് മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ആയിരിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ വീണ്ടും മീൻ കഷ്ണങ്ങൾ അതിൽ നിന്ന് എടുത്ത് മാറ്റി.
അതിനുശേഷം ചോറും മസാലയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു അതിൻ്റെ പുറത്ത് മീൻ കഷ്ണങ്ങളും വെച്ചു. ഇനി നമുക്ക് മീൻ കഷ്ണത്തോടു കൂടി തന്നെ ചോറ് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ബൈ.